ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹൻ്റെ സൈറ്റ് വഴി എങ്ങനെ വണ്ടിയുടെ ഓണർഷിപ്പ് അഥവാ RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. പരിവാഹൻ സൈറ്റ് എടുക്കുക, ശേഷം ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുക, സ്റ്റേറ്റ് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപേക്ഷകൻ്റെ വണ്ടി നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ വണ്ടി നമ്പർ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ചേസസ് ഡീറ്റെയിൽസ് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ അപേക്ഷകൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഫോണിൽ വന്നിരിക്കുന്ന OTP മെസ്സേജ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയുടെ അതായത് ബയ്യറുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബയ്യറുടെ നെയിം, കാറ്റഗറി, ഫോൺ നമ്പർ, സെയിൽ എമൗണ്ട്, സെയിൽ നടന്നിരിക്കുന്ന ഡേറ്റ്, ഗാർഡിയൻ ഡീറ്റെയിൽസ് തുടങ്ങിയ വിവരങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. സേവ് ടു ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. ശേഷം വീണ്ടും വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും വരുന്ന വിൻഡോയിൽ പ്രൊസീഡ് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ ബയ്യർ എന്ന ഓപ്ഷൻ കൊടുക്കുക. സെല്ലർ ഓപ്ഷൻ ചെയ്ത സമയത്ത് ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുതിയ ഓണറുടെ ഫോണിലേക്ക് വരുന്ന OTP മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും. നോമിനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ S എന്ന് കൊടുത്ത ശേഷം വിവരങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോയാണ് കൊടുക്കുന്നത്. ശേഷം പുതിയ ഓണറുടെ അഡ്രസ്സ് വിവരങ്ങൾ, വീട്ടുപേര്, സ്ഥലപ്പേര്, സിറ്റി അല്ലെങ്കിൽ വില്ലേജ്, പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക്, സ്റ്റേറ്റ് ഡിഫോൾട്ടായിട്ട് അവിടെ വരുന്നതാണ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ വിവരങ്ങൾ നിർബന്ധമായും ഫില്ല് ചെയ്ത് കൊടുക്കുക. കറണ്ട് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം തന്നെയാണെങ്കിൽ സെയിം ഓപ്ഷൻ യൂസ് ചെയ്യാം. ശേഷം പുതിയ ഓണറുടെ RTO ഏതാണോ വരുന്നത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് അപേക്ഷകൻ്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പൊല്യൂഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതാണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസും സൈറ്റിൽ കാണിക്കുന്നതാണ്. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേയ്മെൻറ്റ് ID ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ശേഷം ട്രഷറി എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെറ്റ് ബാങ്കിങ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ 1-2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ശേഷം UPI ഓപ്ഷൻ കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ വന്നിരിക്കുന്ന GRN നമ്പറും നോട്ട് ചെയ്ത് വയ്ക്കുക. ശേഷം UPI ID കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കൊടുത്തിരിക്കുന്ന UPI അഡ്രസ്സിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരുന്നതാണ്. UPI ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. ശേഷം ലഭിക്കുന്ന ഫോംസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഫോം നമ്പർ 29, ഫോം നമ്പർ 30 രണ്ട് ഫോമും ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുക. ശേഷം ഡോക്യുമെൻറ്റുകൾ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പുതിയ ഓണറുടെ ആധാർ കാർഡ്, ഒറിജിനൽ RC, ഫോം നമ്പർ 29, ഫോം നമ്പർ 30 തുടങ്ങിയ ഡോക്യുമെൻറ്റുകൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. PDF ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പേജ് കട്ടാവുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഹോം പേജിലേക്ക് വരിക. അപേക്ഷകന്റെ വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ വീണ്ടും പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേജിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ വൈസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വൈസ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സെലക്ട് സർവീസസിൽ ഓൺലൈൻ സർവീസസ് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ റീപ്രിൻ്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഐ എഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓൾറെഡി നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ശേഷം പ്രൊസീഡ് ഫർദർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ഏറ്റവും താഴെ സ്റ്റെപ്പ് 3 ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി കൺഫേം ചെയ്യുന്നതിനായിട്ട് വണ്ടി നമ്പർ കൊടുക്കുക. ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും വരുന്ന വിൻഡോയിലും വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വണ്ടി നമ്പറോ അതല്ല എങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാപ്ച കോഡ് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് നിലവിലെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്നത് മൊബൈൽ OTP യൂസ് ചെയ്താണെങ്കിൽ അപേക്ഷകന്റെ ഡോക്യുമെന്റ്സ് നേരിട്ട് RTOയിൽ എത്തിക്കുകയും വേണം. ഒറിജിനൽ RC, സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോം നമ്പർ 29, ഫോം നമ്പർ 30, അതുപോലെ തന്നെ പുതിയ ഓണറുടെ ആധാർ കാർഡ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസിന്റെ പേപ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് RTO ഓഫീസിൽ എത്തിക്കേണ്ടത്. ഫോംസ് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത് സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ് എത്തിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.